അസ്സലാമു അലൈക്കും. ഞങ്ങൾ കോട്ടയം ലുലുമാളിലേക്കാണ് നൈറ്റ് റൈഡ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ തന്നെ രണ്ടുപേരും കൂടെ ഭയങ്കര അടി ചെരുപ്പിൻ്റെ പേരിൽ. അത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7:15 ആയപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പം 8:15 കറക്റ്റ് 1 മണിക്കൂറാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. ഒരു 8:15 ആയപ്പം ഞങ്ങൾ ലുലുമാളിലൊക്കെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് കാത്തിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി എൻ്റെ ഇവിടെ സാഫ്രോൻ്റെ ഫേസ് വാഷ് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു. അവർക്കപ്പം വണ്ടി ട്രോളിയിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെ പൊക്കി കയറ്റി വെച്ചതാണ് നിങ്ങൾ കണ്ടത്. ഇങ്ങനെ ഞങ്ങൾ ഈ കുപ്പിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ബോട്ടിൽസൊക്കെ കാണാൻ നമുക്കിപ്പം സ്കൂളിലൊക്കെ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല പാറ്റേൺ മോഡലുള്ള ബോട്ടിൽസൊക്കെ. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ജാപ്പനീസുകാരിങ്ങനെ ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മൊജീറ്റോ അതും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലത്തെ കുറച്ച് ഗ്ലാസ്സുകൾ ഞങ്ങൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. വെറൈറ്റി തരം സ്മൂത്തിയൊക്കെ കുടിക്കാൻ പറ്റിയ കപ്പും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ കുപ്പിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് എണ്ണ ഒഴിച്ച് വെക്കാനോ പിന്നെന്താണ് ഫ്രഷ് ജ്യൂസ് അതൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കുപ്പി കാണാൻ. പിന്നെ ഈ ഗ്ലേസിങ് പോലത്തെ ഈ കുപ്പി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്ന് പറയാനായിട്ടാണെങ്കിൽ എല്ലാ കുപ്പികളും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ പ്രിങ്കിൾസ് വാങ്ങിച്ചു. പിന്നെ ഫ്രൂട്ട് സെക്ഷനിൽ പോയി. ഫ്രൂട്ട് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് എൻ്റെ അനിയത്ത് തൊട്ടോണ്ട് കിടക്കുന്നത്. അനിയനാണെങ്കിൽ അവിടെ ട്രോളി ഉന്തിക്കൊണ്ട് കൈ ഓടിച്ചുകൊണ്ട് കിടക്കുന്നു. ഞങ്ങൾ ഫ്രൂട്ട് സെക്ഷനിൽ പോയി ഓരോ ഫ്രൂട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ സ്ട്രോബെറി ഒക്കെ പൊട്ടിച്ച് ഇതായിട്ടൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിച്ച്. പിന്നെ ഞങ്ങൾ അവക്കാഡോൻ്റെ ഇവിടെ വന്ന് 2-3 അവക്കാഡോ എടുത്ത്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഇവിടെ നിന്ന് ഞങ്ങൾ ഓരോന്നിൻ്റെ ഇതൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. ഞങ്ങൾ മീറ്റിൻ്റെ സെക്ഷനിൽ പോയി. വെറുതെ പോയത് ഞങ്ങൾ അവിടെ കയറിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തോടെ ഞങ്ങൾ കയറിയില്ലായിരുന്നു. ഞങ്ങൾ ആ മീനിൻ്റെ ആ സെക്ഷനിലൊക്കെ പോയി. ഇവിടെ മീനിന് ഈ മാളിലോട്ട് കയറിയിട്ട് മാളിൽ മീറ്റിൻ്റെ ഇതിന് കുറച്ചുകൂടി നമ്മുടെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഞങ്ങൾ ഈ മറ്റേ ബൗളിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഫിഷിനെ കണ്ട് കുറേ പലതരം ഫിഷ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറേ സാലഡ്സ് പലതരം വെറൈറ്റി സാലഡ്സൊക്കെ ഉണ്ടായിരുന്നു. പലതരം എന്ന് വെച്ചാൽ നമ്മളിപ്പം കൊറിയൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അവിടെ കാണത്തില്ലേ കുറേ സാലഡും അതിലൊഴിക്കുന്ന സോസും. അതേപോലെ തന്നെ കുറേ സാലഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരാന്നും പറഞ്ഞോണ്ട് ഓരോന്ന് നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ഓരോന്നിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുകയൊക്കെയായിരുന്നു. ഡോണട്ടും അതൊക്കെ അവിടെ ഓരോന്ന് എത്തി വലിഞ്ഞ് നോക്കുക. പൊക്കാൻ കിട്ടുന്നില്ല കാരണം ഓരോന്ന് എത്തി വലിഞ്ഞ് നോക്കുക. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് നോക്കി നടക്കാനല്ലാതെ എന്ത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളൊരു കുനാഫ വാങ്ങിച്ചായിരുന്നു. എനിക്ക് കുനാഫ കഴിച്ചിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നു. മാത്രമല്ല ഞങ്ങളെല്ലാവരും കൂടെ തിന്നു കുനാഫ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അത് തന്നെ ജോലി തേരാപ്പാര നടക്കുക. പിന്നെ ഞങ്ങൾ പീനട്ട് ബട്ടർ 125 രൂപ ½ kg. അങ്ങനെ ഞങ്ങൾ ഒരു പീനട്ട് ബട്ടർ വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾ ബില്ലടിക്കാൻ പോകുന്ന നേരത്ത് ഞങ്ങൾ ചിക്കൻ്റെ ഇത് കണ്ട്. അങ്ങനെ ഒരു 250 ഗ്രാമോ 500 ഗ്രാമോ എത്രയാണോ വാങ്ങിച്ചു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അവരാണ് വാങ്ങിച്ചത്. ഞാൻ കുറച്ചുകൂടെ നീങ്ങി അങ്ങോട്ട് സ്നിക്കേഴ്സിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിച്ചു. അത് ഞങ്ങൾ കാറി വെച്ചിട്ട് നിന്ന്. ഞങ്ങൾ അവിടെ നിന്ന് 2 പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ്. പിന്നെ കഴിക്കാനും നിന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ഐസ്ക്രീം വാങ്ങിക്കാൻ നിന്നു. ഞാൻ വാനില പറഞ്ഞാൽ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ മറ്റേ ഓറിയോൻ്റെ ക്രംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് വാനില തന്നെയാണ് ഫ്ലേവർ, ക്രംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവർ അതെന്നെ ഇത് കണ്ട ഞങ്ങൾക്ക് ഓറിയോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് കൊതിപ്പിക്കുന്നു. പക്ഷേ എനിക്ക് വാനില ഇഷ്ടം ഓറിയോയുടെ കാടി. ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നേരെ ഫാഷൻ സ്റ്റോറിൽ പോയപ്പോൾ നല്ല അടിപൊളി ടൈപ്പ് ബാഗുകൾ എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗുകൾ, കുറേ വെറൈറ്റി തരം ബാഗുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു രാത്രി എന്ന് പറയുമ്പോൾ ഒരു 10 മണി 11 മണി എടുക്കാറായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. 11 മണി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10:30 എടുക്കാറായി ഞങ്ങൾ അവിടെ എത്തിയപ്പം. ഫാഷൻ സ്റ്റോറിൽ മറ്റേ ഹൈപ്പർ മാർക്കറ്റിലും കയറി കഴിഞ്ഞാൽ ഫാഷൻ സ്റ്റോറിൽ എത്തിയപ്പോൾ ഒരു 10:30 എടുക്കാറായി. അപ്പോൾ തന്നെ ആൾക്കാരധികം ഇല്ലായിരുന്നു, ആൾ കുറവായിരുന്നു. ഞങ്ങളത് കാരണം ഓരോന്ന് കണ്ടാൽ നടക്കാൻ പറ്റി. ഈ സ്പ്രേക്ക് ഒരു വല്ലാത്തൊരു നാറ്റം. ഇവൻ എന്നിട്ട് എൻ്റെ അനിയനുണ്ടല്ലോ റംസാൻ, അവൻ കയ്യിലോട്ട് ഇതാക്കിയിട്ട് ഞങ്ങളുടെ മേത്തോട്ടൊക്കെ കൊണ്ടുവന്ന് തേക്കുമായിരുന്നു. അതിൻ്റെ മണം വലിയ സുഖമില്ലാത്ത മണമാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല അതിൻ്റെ സ്മെല്ല്. ഇത് ചുമ്മാ ഞാൻ വീഡിയോ എടുക്കും, അവൻ വന്ന് തേക്കും, എന്നിട്ട് എന്നെ ഇട്ട് അവിടെ ഇട്ട് ഒച്ചടിക്കലൊക്കെ ആയിരുന്നു. വാപ്പിക്ക് ദേഷ്യം പിടിച്ചിട്ട് വാപ്പി എന്നിട്ട് ഞാൻ ഇതാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഫാഷൻ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നേച്ച്. ഇവൻ ഭയങ്കര ഇടക്കിടക്കാണ് ഇവന് ഇങ്ങനെ മറ്റുള്ളവരായിട്ട് തോണ്ടുന്നത്. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് ഇവന്. അങ്ങനെ ഞാനും ഉമ്മയും എന്നിട്ട് ഓരോന്ന് ചീപ്പും അതൊക്കെ കണ്ട് എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അവന്മാരാണെങ്കിൽ രണ്ടുപേരും കൂടെ ഭയങ്കര അടിയും. പിന്നെ ഞങ്ങൾ ട്രിപ്പൊക്കെ ഞാനും അനിയത്തി മാത്രം അത്രയ്ക്ക് ബഹളമൊന്നുമില്ല. ഇനി നമ്മൾ പുകഴ്ത്തുന്നില്ല, സത്യമുള്ള റേഞ്ച് ഞങ്ങൾ അത്രയ്ക്ക് ബഹളമൊന്നുമില്ല. ഉമ്മി പറയും പെൺപിള്ളേരാണ് ബഹളമൊന്നും ഇല്ലാത്തതെന്നൊക്കെ. ഉമ്മി പറയുമെങ്കിലും ഇടക്ക് മാറ്റിയും പറയാറുണ്ട്, അത് വേറെ കാര്യം. ഞങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ഞാൻ അനിയത്തി ചുമ്മാ എന്നെ വന്നാൽ തോണ്ടും. എനിക്ക് ആ തോണ്ടൽ പിടിക്കാൻ ഞാനൊരടി കൊടുക്കും. അത് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തേക്ക് അടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഇവിടുത്തെ ഓരോ ബാർബി സെക്ഷനിൽ പോയി പാവേനൊക്കെ കണ്ടു. പണ്ട് എൻ്റെ ഭയങ്കര ഇഷ്ടംമാതിരി പാവയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയപ്പം ക്രിസ്മസിൻ്റെ ഓരോ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് ആ പപ്പാനീനെയൊക്കെ കാണാൻ, നല്ലതായിട്ട് ഒരുക്കിയൊക്കെ വെച്ചിരിക്കാൻ. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പപ്പാനീനെ കണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഡെക്കറേഷൻ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാർ പാർക്കിങ്ങിൽ പോയി. ഇത്രയ്ക്കുള്ള ഗൈസ്. അപ്പം എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.